ഒരു മിനിറ്റ് ഞാൻ ആരുമല്ല. പണിമുടക്കാണത്രേ. പണിമുടക്കുന്നവന് അന്തസ് വേണം. പണിയെടുക്കുന്നവനെ പണിമുടക്കാൻ പാടുള്ളൂ. പണിയെടുക്കാത്തവൻ പണിമുടക്കരുത്. പണിമുടക്കം നടന്ന അന്തസ്സായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യണം. നീയൊക്കെ 10 വർഷം ഭരിച്ചു മുടിപ്പിച്ചതിന്റെ വേദന മാറിയിട്ടില്ല. എന്നിട്ട് പണിയെടുക്കുന്ന മനുഷ്യന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നു. വൃത്തികെട്ട ജന്മങ്ങൾ, ശവങ്ങൾ. കുലം മൂടിയും നിങ്ങളൊക്കെ, നിങ്ങളുടെയൊക്കെ കുടുംബവും മുടിയും, നിങ്ങളുടെയൊക്കെ പാർട്ടിയും മുടിയും. അധ്വാനിക്കുന്ന മനുഷ്യന്റെ നെഞ്ചത്ത് കയറിയിട്ട് നീയൊക്കെ ഞെളിഞ്ഞു നടക്കുന്നു. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വിവരവും ബോധവുമുണ്ട്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ തലയിൽ ഓളമുള്ളവരാ, ബുദ്ധിയുള്ളവരാ. നിന്റെയൊക്കെ അവസാനത്തിന്റെ തുടക്കമാണ് ഈ സമരം. മര്യാദയ്ക്ക് പണിയെടുക്കാൻ സമ്മതിക്കാത്ത ജന്തുക്കൾ. ബഹുമാനപ്പെട്ട കോടതി ഇതെല്ലാം കാണണം. ഈ വൃത്തികെട്ടവന്മാർ ഓരോരുത്തരെയും കണ്ടെത്താൻ പറയണം. എന്നിട്ട് ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് ഇവനെയൊക്കെ നിരന്തരം സ്ഥിരമായിട്ട് ജയിലിൽ അടയ്ക്കണം. പോകുന്ന വഴി പോലീസുകാർക്ക് പറ്റുമെങ്കിൽ 2 പൊട്ടിയിലൂടെ കൊടുക്കണം. ഇടിച്ചിവന്റെയൊക്കെ കൂമ്പ് വാട്ടണം. എന്നിട്ട് വേണം ജയിലിലിടാനായിട്ട്. ഇവനൊക്കെ കുറെ കാലം ജയിലിൽ കിടന്നേ അവന്റെയൊക്കെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മനസ്സിലാവും അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ സുഖം. അധ്വാനിക്കാതെ ജീവിക്കുന്നത് കൊണ്ട് ഈ വൃത്തികേട് കാട്ടുന്നത്. ഈ പറഞ്ഞ എല്ലാവന്റെ മുഖമുണ്ടല്ലോ, അവനെയൊക്കെ തപ്പിയെടുത്ത് അവന്റെയൊക്കെ മേൽ ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് കേസിന് ഹൈക്കോടതി ഉത്തരവിടണം. അങ്ങനെ വേണം ഈ വൃത്തികെട്ടവന്മാരെ പാഠം പഠിപ്പിക്കാൻ. അങ്ങനെ വേണം ഇവന്മാർ അധ്വാനിച്ച് ജീവിക്കുന്നതിന് വിലയറിയാൻ.